ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ നോമ്പൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു വൈകുന്നേരം നേരത്തൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്ഷീണിച്ച് തളർന്നിരിക്കാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ്, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണേ കേട്ടോ. അപ്പോൾ ഞാനിതേക്ക് 3 കപ്പിൽ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ കുതിർക്കാൻ വെച്ചിട്ട്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സാധാ പച്ചരിയാണ് കേട്ടോ. അതിക്കൊരു 8 or 9 ഏലക്കായ നമ്മൾ അരി അരക്കിനേക്ക് തോല് കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് മൈദപ്പൊടി ആവശ്യമാണ്. നമ്മൾ പച്ചരി അളന്ന അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ്. പിന്നെ അതല്ല വെച്ചാൽ നമുക്ക് ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു രൂപത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചെയ്യുക. അപ്പോൾ ഞാൻ 2 പിന്നെ എന്താ പറയുക, മൈദ 2 കപ്പും കൂടെ അതിലോട്ടിട്ടിട്ടുണ്ട്. വെള്ളം കുറച്ചിട്ടാണ് ഞാൻ പച്ചരി അരച്ചിട്ടുള്ളത് കേട്ടോ. 2 കപ്പ് ശർക്കര പാനിയും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഇതേപോലെ അരക്കപ്പ് അവിലും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കാരണം അവിലിടുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറം നല്ല മുരുമുരുക്കെ ഇരിക്കും. നമ്മൾ ഇതൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, റവ, അതിൻ്റെ അതേപോലെ. പക്ഷെ അതിനെക്കാട്ടി ഒന്നും കൂടെ നല്ലതാണ് നമ്മൾ അവിൽ ചേർക്കുന്നത്. അവിൽ ചേർക്കുമ്പോൾ ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എണ്ണ ഒഴിച്ച് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ലോ ഫ്ലെയിമിലും വേണ്ട, എന്നാൽ നല്ല സ്പീഡിലും വേണ്ട, അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് ഓരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഉണ്ണിയപ്പം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, നന്നായിട്ട് പൊള്ളിച്ച് നമ്മളിതിലൊരു കെമിക്കൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പിന്നെ അതുമല്ല, നിങ്ങളൊക്കെ ഈ നോമ്പിന് ഭക്ഷണം കഴിക്കാതെ നമ്മളിത് കഴിക്കാനിരിക്കുമ്പോൾ ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നിങ്ങളെ വയറിനും പ്രശ്നം വരില്ല. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി വെക്കണം. മധുരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നോമ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയട്ടെ.